സുഹൃത്തുക്കളെ, 16ാമത് ഇറ്റ്ഫോക്ക് അവസാനിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, നമ്മുടെ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് എന്ന് പറയുന്ന പോലെ ആളുകൾ ഒരുപാട് സൗഹൃദം പങ്കിട്ടു, ഒരുപാട് സംസ്കാരം പങ്കിട്ടു. ഭാഷ, വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ ആഹാര രീതി, വസ്ത്രരീതി, സംഭാഷണ രീതി, കൾച്ചർ, അപ്പിയറൻസ്, ബിഹേവിയർ, ജസ്റ്റേഴ്സ്, അങ്ങനെ വളരെ വ്യത്യസ്തമായ, അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊരു വൈവിധ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ്. ഈ നാനാത്വത്തിൽ ഏകത്വം, അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വെറുതെ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഗ്ലോബൽ തലത്തിലാണ് ഈ പെർഫോമൻസിനെ മുഴുവൻ കാണുന്നത്. അപ്പോൾ ഗ്ലോബൽ തലത്തിൽ കാണുന്ന അതിൻ്റെ അകത്ത് നമുക്ക് ഒരു സംശയം തോന്നിയത്, ഇന്ന് നമ്മൾ ഇമ്പീരിയലിസം പോലെയുള്ള യുദ്ധവെറിയന്മാരായിട്ട് ബന്ധപ്പെട്ട ഏരിയാസിലേക്ക് മുഴുവൻ ഫോക്കസ് നാടകവേദി മുന്നോട്ട് വെച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആത്മസംഘർഷങ്ങളും സാമൂഹികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളും ഒറ്റപ്പെടലുകളും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നമ്മളിന്ന് ഒരു വാർ എന്ന് പറയുന്ന സംഘത്തിൽ നേരിടുന്ന ഒരു ലോകമുണ്ടല്ലോ. അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ഇടപെടലുണ്ട്, ഇമ്പീരിയലിസം, പുത്തൻ സാമ്രാജ്യത്വം എന്നൊക്കെ പറയുന്നത് ആ ഏരിയയിലേക്ക് കൂടി ചെയ്യേണ്ടായിരുന്നു. ഒരു പക്ഷേ പലസ്തീൻ പ്ലേ വേറെ രീതിയിൽ ലാസ്റ്റ് ഡ്രാമ ഇൻ പലസ്തീൻ എന്നൊക്കെ പറയുന്ന പ്ലേ വന്നിരുന്നെങ്കിൽ വേറൊരു ആംഗിളിൽ അവരുടെ ജനതയുടെ സംഗതികൾ നമുക്ക് കിട്ടുമായിരുന്നു. എന്തായാലും അത് കേന്ദ്ര ഭരണകൂടം അത് നിരോധിച്ചു. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അത് ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ്. അതിനപ്പുറം നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഞാനൊരു 10-16ഓളം നാടകങ്ങൾ കണ്ടതും അടക്കം, മലയാള നാടകങ്ങൾ നേരത്തെ കണ്ടത് വെച്ചതുകൊണ്ട് അടക്കം പറയാണ്. ഇപ്പോൾ ഓരോ പ്ലേകൾ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പം ഈ നെഥർ എന്ന് പറയുന്നൊരു പ്ലേ സയൻസ് ഫിക്ഷൻ എന്നുള്ള രീതിയിൽ വളരെ ഡാറ്റാസായിട്ട് ബന്ധപ്പെട്ട IT മേഖല, നമ്മുടെ സയൻസിൻ്റെ ഒരു തലം ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ മനുഷ്യൻ്റെ അസ്തിത്വമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള AIയുടെ ഒക്കെ ഒരു കാലം വരുന്ന കാരണം ആ ഒരു എക്സ്പെരിമെൻ്റൽ തിയേറ്ററിലാണ് അതിൻ്റെ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ഭരണകൂടം ഭയങ്കര ഒബ്സർവിംഗ് ആണ്. ഭരണകൂടം എല്ലാ കാര്യത്തിലും ഇൻവെസ്റ്റിഗേഷനും സംശയങ്ങൾക്കൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലും മനുഷ്യൻ്റെ ഫ്രീഡത്തെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് വേറൊരു ആംഗിളാണ്. സയൻസ് ഫിക്ഷൻ ഡ്രാമ പോലെയാണ് അതിൻ്റെ മുന്നോട്ട് പോകുന്ന ഒരു രീതി. പക്ഷെ അത് ഭയങ്കര ശക്തമായിട്ടുള്ള ആക്ടേഴ്സിലൂടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഷേക്സ്പിയർ നാടകത്തിൻ്റെ വേറൊരു വ്യാഖ്യാനം, ടെമ്പസ്റ്റ് പോലുള്ള റോമിയോ ആൻഡ് ജൂലിയറ്റ് പോലൊരു നാടകം, ഒരു കുരിശും മറ്റേ അർബാൻ മറ്റേ വണ്ടി ഉണ്ടല്ലോ, തള്ളുന്ന വണ്ടികളും മാത്രം ഉപയോഗിച്ചുകൊണ്ട്, കുറച്ച് പ്രോപ്പർട്ടികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ ഒരു ആണും പെണ്ണും നിന്ന് പെർഫോം ചെയ്യാണ്. അവരതിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഈ പഴയ ഷേക്സ്പിയർ ഡിസൈനിലല്ല അത് പോകുന്നത്. അതിൻ്റെ ഇന്നർ സത്ത, എസൻസ്, കോർ എടുത്തുകൊണ്ടാണിത്. വാട്ട് ഈസ് ലവ് എന്ന് പറയുന്ന കോർ എന്ന് പറയുന്ന എല്ലാ വൈരുദ്ധ്യങ്ങളും ചേർന്നതാണ്. അതിനകത്ത് വിയർപ്പിൻ്റെ നാറ്റമുണ്ട്, ചോരയുടെ ഗന്ധമുണ്ട്, തീട്ടത്തിൻ്റെയും വിസർജ്യങ്ങളുടെ ശബ്ദമുണ്ട്, കെട്ടിപ്പിടുത്തമുണ്ട്, ഉമ്മയുണ്ട്, പിടഞ്ഞു വീണ് മരിച്ചാലും വീണ്ടും അതിജീവിക്കുന്നു. ഇപ്പം നമ്മൾ ആരെങ്കിലും പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങിയാലും പ്രണയം മുന്നോട്ട് പോകും. അത് യൂണിവേഴ്സലായിട്ടുള്ള ഫിനോമിനാണ്. അതിപ്പോൾ അഭയാർത്ഥി ക്യാമ്പിലും സൈലൻസിലിരിക്കുന്ന അപരിചിതർ തമ്മിൽ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ട് ഭക്ഷണം പങ്കുവെച്ചു അവിടെ പോലും പ്രണയം പൂവിടുന്നുള്ളതാണ്. ഒരു പോസിബിലിറ്റീസാണ്. ഇതൊരു യൂണിവേഴ്സലായിട്ടുള്ള പോസിബിലിറ്റീസ് ഓഫ് ലവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് രണ്ട് വ്യക്തികളോട് ചെയ്യുന്നത് മാത്രം. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വഴക്കും വക്കാണവും വയലൻസും എന്ന് പറഞ്ഞാൽ പൈശാചികതയും ഇതും നമ്മുടെ മാലാഖയും ചെകുത്താനൊക്കെ ചേരുന്നൊരവസ്ഥ മനുഷ്യനിലുണ്ടെങ്കിൽ അതെല്ലാം ചേർന്ന് വന്ന് തകർന്നു വീണാലും വീണ്ടും പ്രണയം മുന്നോട്ട് പോകും. വീണ്ടും അവർ എഴുന്നേറ്റ് ഉമ്മ വെച്ച് വീണ്ടും വീണ്ടും എത്രയോ തവണ കൊല്ലപ്പെട്ടാലും അത് മുന്നോട്ട് പോകും. ആ ഒരു സെൻട്രൽ എസൻസുമ പിടിച്ചുകൊണ്ടാണ്, അതിൻ്റെ സ്പൈനൽ കോഡുമ പിടിച്ചുകൊണ്ടാണ് അതിൻ്റെ ഡിസൈൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ഫിസിക്കൽ ലാംഗ്വേജിലൂടെ ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു മ്യൂസിക് കോർ ഓൺ ചെയ്തിട്ട് ആ മ്യൂസിക് കോറിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ മുഴുവൻ. അതുകൊണ്ട് തന്നെ ഓവർ ഇംപ്രവൈസേഷൻ അവർക്ക് പറ്റൂല. കാരണം നെക്സ്റ്റ് മ്യൂസിക് ബിറ്റ് വരുമ്പോൾ അത് പ്രോഗ്രാംഡ് ആണ്. അത് ഇപ്പോൾ സ്വിങ് ചെയ്ത് പോകണം. എങ്കിലും അവർ ഒരു മണിക്കൂർ എത്രയാണെങ്കിൽ അത് ടാർഗറ്റ് ചെയ്തിട്ടാണ് ആ സാധനം ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് കോറിൽ വെച്ചിട്ടാണ് റിഹേഴ്സലുകൾ ചെയ്യുന്നത്. ഇടയിൽ വെച്ച് നമുക്കൊരു മിനിറ്റ് കൂടുതൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ പരിമിതി അതിന് തോന്നി. പക്ഷേ അപാരമായ പെർഫോമൻസ്. അത് ഇന്റീരിയറിൽ കളിച്ചപ്പോഴും അല്ലെങ്കിൽ ഭരത് മുരളിയിൽ കളിച്ചതും ഞാൻ കണ്ടുന്ന രാമനിലയത്തിലാണ്. മണ്ണും പൊടിയും ചെളിയൊക്കെ ചേർന്നുകൊണ്ട് ഭയങ്കര ഒരു ടോട്ടൽ അവരുടെ പെർഫോമൻസ് ഇങ്ങനെ മുഴങ്ങി നിൽക്കുന്നു. അതുപോലെ ലൂസിയെ പോലുള്ളൊരു നാടകം,
അത് ജെയിംസ് ജോയ്സിൻ്റെ മകളും അച്ഛനും മകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. ഹൈ വോൾട്ടേജിൽ ഡാൻസറായി നിൽക്കുന്ന പെണ്ണ്, ആ പെൺകുട്ടി ഇങ്ങനെ പോപ്പുലർ ആവുന്ന കാണുമ്പോൾ ജെയിംസ് ജോയ്സ് പോലെയുള്ള യൂളീസസൊക്കെ എഴുതിയിട്ടുള്ളൊരു മഹാനായ എഴുത്തുകാരന് ഇത്രയധികം ഈഗോ സെൻട്രിക് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെന്നും ഇയാൾ വെക്കറ്റൊക്കെ വരുമ്പോൾ 18 വയസ്സായിരിക്കണം. കാരണം ബെർത്തോൾട്ട് ബ്രെയ്റ്റിന് നോബൽ പ്രൈസ് കിട്ടുന്നത് ഏകദേശം 62-ലൊക്കെയാണ്, 1962. അപ്പോൾ 80-85 വയസ്സിലേക്ക് മരിക്കണേന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം ഒരു 10-20 വയസ്സായിരിക്കും. 1890 എന്നൊക്കെ പറയുമ്പോൾ 1880 എന്നൊക്കെ പറയുമ്പോൾ ആ പീരീഡ് അതാണ്. ആ സമയത്തുള്ള റിലേഷനാണ്. പക്ഷേ അയാളെ അപ്സൈഡ് എന്നുള്ള മൂഡിൽ ഒരു പ്രണയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. പിന്നെ അവരും അവിടെയും മെയിൽ ഡോമിനേഷൻ. കാരണം ഇവള് ഹൈ വോൾട്ടേജിലുള്ള ഡാൻസറാണ്, ഇവളെ കൊണ്ട് നടന്ന പ്രശ്നമാകുമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് അപ്സൈഡ് തിയേറ്ററിലുള്ള അന്വേഷണങ്ങളും ലോകം ഒരു അസംബന്ധമാണ്, പ്രണയം അസംബന്ധമാണെന്നൊക്കെ തോന്നുന്ന രീതിയിൽ തൽക്കാലം ഉപയോഗിച്ചു വിടുക എന്നുള്ള ഒരു പ്രയോജനവാദം വന്നിട്ടുണ്ടായിരിക്കും. എല്ലാം കൊണ്ടും ഈ ലൂസിയ എന്ന് പറയുന്ന ജെയിംസ് ജോയ്സിന്റെ മകൾ തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഒരുപക്ഷെ ഇബ്സൺ അതിന് മുമ്പ്, ഞാൻ ചന്ദ്രാസ മാഷൊക്കെയായിട്ട് സംസാരിച്ചപ്പോൾ ഇബ്സണൊക്കെ അതിന് മുമ്പേ ഈ ഡോൾസ് ഹൗസ് എഴുതിയിട്ടുണ്ട് നോറയുടെ ക്യാരക്ടർ. ഈ ജെയിംസ് ജോയ്സിനൊക്കെ വരാൻ പോകുന്ന മുന്നേ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ യൂറോപ്പിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ക്രിയേറ്റിവിറ്റി, അങ്ങനെയാണ് നോറ വാതിലടച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. നമ്മളിവിടുത്തെ ചില നടികളുടെ കഥ ആലോചിക്കും. 10-13 വർഷമൊക്കെ അടുക്കളയിൽ കിടന്നിട്ടാണ് പിന്നീടാണ് പ്രശസ്തയായ ഒരു സെലിബ്രിറ്റി നടിക്ക് മനസ്സിലാവുന്നത് എനിക്ക് എൻ്റെ ഡാൻസ് എക്സ്പ്രഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അങ്ങനെ കമ്പയർ ചെയ്തൊക്കെ നാടകം വരേണ്ട കാലമായി. നമ്മുടെ ഇവിടെ തന്നെ ഈ മലയാളത്തിൽ എത്രയോ ക്രിയേറ്റിവിറ്റിയും തടസ്സപ്പെടുന്നു, എത്രയോ ഡൈവോഴ്സുകൾ നടന്നിരിക്കുന്നു പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിലും സിനിമാക്കാരുടെ ഇടയിലൊക്കെ. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്, ആണ് പെണ്ണിൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അനുവദിക്കുന്നില്ല. പെണ്ണിന് കൊടുക്കേണ്ട സ്പേസ് ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കാതെ അല്ലെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഇവിടെ കോൺഫ്ലിക്റ്റ് ആവുന്നു, പിരിയുന്നു, തല്ലിപ്പിരിയുന്നു, പരദോഷങ്ങൾ തുടങ്ങുന്നു, എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കുന്നു. വലിയ മഹാരായ എഴുത്തുകാരുടെ ലൈഫിൽ പിന്നെ ആദ്യ ഭാര്യനെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിച്ച കഥകളും ഒരുപാട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മലയാളത്തിൽ കേരളത്തിൻ്റെ പശ്ചാത്തലമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ലൂസിയയുടെ സംഘർഷം ആലോചിക്കുന്നത്. ഇവിടെ എത്ര പേർക്ക് സംഘർഷമുണ്ട്, എത്ര പേര് ഓവർകം ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലമായതുകൊണ്ട് അന്ന് എഴുതാൻ പറ്റിയില്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ള കാരണം എല്ലാവർക്കും പച്ചയായിട്ട് എഴുതി മുന്നോട്ട് പോകാം. ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി, ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു, ഒരു ലേഡി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് സഹകരിക്കുന്നുള്ളൂ. അപ്പോൾ അതായത് ഞാനെപ്പോഴും പറയും, ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് മറ്റ് ഇൻഹിബിഷനിൽ കുടുങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്ലേകൾ ധാരാളം വന്നു. അതിനകത്ത് എനിക്ക് മിസ്സായത് ഫ്രാങ്കൻസ്റ്റീൻ പ്രോജക്റ്റാണ്. ഫസ്റ്റ് ഡേ മിസ്സായി, സെക്കൻഡ് ഡേ രാവിലെ എത്താൻ പറ്റിയില്ല. പക്ഷെ ഗംഭീര വർക്കായിരുന്നു എന്ന് പറഞ്ഞത്, പപ്പറ്റ് ഷോ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ മുഴങ്ങി നിൽക്കുന്ന ബിരിയാണി, നൂറമ്മ ബിരിയാണി ദർബാർ. ഒരു ലേഡി അവരുടെ ജീവിതം പറയുന്നത് അവർ ബെസ്റ്റ് പെർഫോമർ ആയതുകൊണ്ട് മാത്രമാണ് നമുക്കത് ഉള്ളിൽ തട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ നൂറമ്മ ബിരിയാണി എന്ന് പറഞ്ഞ ജീവിതം വിൽക്കുകയാണ്. നമുക്കറിയാം സിസ്റ്റർ ജസ്മിയൊക്കെ നല്ല രീതിയിൽ അവരുടെ ഒരു ആത്മകഥ അവരെഴുതിയിട്ടുള്ളത് അങ്ങനെ തന്നെ ഒരു പെർഫോം ചെയ്യുകയാണെങ്കിൽ പോലും നന്നായിട്ട് പെർഫോമേഴ്സിൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിഗംഭീരം. അങ്ങനെയും സാധ്യതകളുണ്ട്. 10 പേര് നിന്നിട്ടും സോളിലോഗ് മോണോലോഗ് പറഞ്ഞാൽ മതി. അപ്പോഴാണ് നമുക്ക് സംതിങ് ലൈക്ക് ട്രൂത്ത് പോലുള്ള ചില ഘടകം ശക്തമായിട്ട് മനസ്സിൽ തട്ടുകയും ചില ഘടകം തട്ടാതെ പോവുകയും ചെയ്തു. അത് പെർഫോമൻസിൻ്റെ പ്രശ്നമാണ്, സ്പേസ് ഉപയോഗിക്കുന്നതിലുള്ള പ്രശ്നമാണ്, ഡയറക്ടോറിയൽ ഡിസൈനിൽ വന്നിട്ട് പാളിച്ചയാണ്. പക്ഷെ ഗംഭീരമായ പൊളിറ്റിക്കൽ കണ്ടന്റാണ് വരുന്നത്. ചരിത്രത്തിൻ്റെ നിഷേധങ്ങളും അതും അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഭരണകൂടത്തിൻ്റെ വേട്ടകൾ, അതുപോലെ ഫേമസ് ബേക്കറിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. പക്ഷെ എവിടെയും നമ്മുടെ ഉള്ളിൽ തട്ടാതെ പോകുന്നു. മൊത്തത്തിൽ അത് നല്ല ഡിസൈനും പ്ലാനൊക്കെ തന്നെയായിരിക്കും പോലും പെർഫോമേഴ്സിനെ ഉപയോഗിക്കുന്ന രീതി. 4 ലേഡീസിൽ കല്യാണി പോലുള്ളവരുണ്ടായിട്ട് പോലും നമ്മുടെ ആഴത്തിൽ നമ്മുടെ അകത്തേക്ക് കയറുന്നില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് വന്നുകൊണ്ട് സംസാരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഈ സ്റ്റേജ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ഈ സംഭവം രാമസ്കോളുടെ സ്റ്റുഡിയോയിലാണ് അവതരിപ്പിച്ചത്. പക്ഷെ കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് തിയേറ്ററാണ് നല്ലതെന്ന് തോന്നുന്നത്. ഒരുപക്ഷെ സാൻഡ്വിച്ചിലൊക്കെ അത് ചെയ്തിരുന്നെങ്കിൽ 2 സൈഡ് ഓഡിയൻസിൻ്റെ കണ്ണിലേക്ക് നോക്കിയൊക്കെ പറയാൻ പറ്റുന്ന രീതി കുറച്ചും കൂടി ടച്ചിങ് ആവും തോന്നുന്നു. ബിരിയാണിക്ക് ആ പ്രശ്നം വരുന്നില്ല. കാരണം അവർ ഓൾറെഡി അവർ ചെയ്യുന്നത് എത്ര പേരിലേക്കും പെർഫോം ചെയ്ത് കയറുന്ന രീതിയിലുള്ള അതിഗംഭീരമായ എക്സ്പ്രഷൻസ്. ഒരു ബിരിയാണി ചെമ്പ് വേവുന്നതിൻ്റെ അകത്ത് ജീവിതത്തിൻ്റെ വേവും ചൂടും അതിൻ്റെ പുകയും തീയും പുകയൊക്കെ കൂടി എങ്ങനെയാണ് അവർ അനുഭവിച്ചതെന്നുള്ളത് വ്യക്തമാകുകയാണ്. അവസാനം അതിനെ അതിജീവിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അവർ ബിരിയാണി സപ്ലൈ ചെയ്യുന്നത്, മനുഷ്യർക്ക് ആഹാരം കൊടുക്കുന്നത്. അത് വലിയ കാര്യമാണ്, കൂട്ടമായിട്ട് ആഹാരം സപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. മനുഷ്യരെന്ന് പറഞ്ഞാൽ നമുക്ക് 650 കോടി മനുഷ്യരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതും സന്തോഷിക്കുന്നതും തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇമ്പീരിയലിസമായിട്ട് ബന്ധപ്പെട്ട യുദ്ധവെറിയന്മാരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എടുത്ത് പറയുന്ന പ്ലേകൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല.
അമേരിക്കയിൽ നിന്ന് വന്ന പ്ലേ തന്നെ വേറെ രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിട്ട് പോകുന്നു. നേരെ മറിച്ച് പലസ്റ്റീൻ്റെ റെപ്രസെൻ്റ് ചെയ്തൊരു പ്ലേ വന്നു, അത് ഓറഞ്ചസ് ആൻഡ് സ്റ്റോൺസ്. സൈലൻ്റ് ആണെങ്കിലും ഭയങ്കര പവർഫുള്ളാണ്. എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ സ്വന്തമായ ഇടം, ഒരു അസ്തിത്വത്തെ തകർത്തുകൊണ്ടൊരു അപരിചിതനായ ഒരു മെയിൽ ഒരു പെട്ടിയായിട്ട് വന്നിട്ട് പതുക്കെ അത് കിടക്കി ഇവരെ തെറിപ്പിച്ച് കളഞ്ഞ് ഇവരെ അടിമയാക്കുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയോ ബഹിഷ്കരിക്കുകയോ ചെയ്തുകൊണ്ട് അദ്ദേഹം പൊസസീവായി മാറുന്നൊരു സ്ഥലമുണ്ട്. ഒരുപക്ഷെ ഇസ്രായേൽ ഭരണകൂടം വന്ന് പലസ്തീൻ്റെ അസ്തിത്വത്തെ എങ്ങനെ വിഴുങ്ങുന്നു എന്നുള്ളത് വളരെ റെപ്രസെൻറ്റേറ്റീവായിട്ടും സൈലൻ്റായിട്ട് ചെയ്തു എന്നുള്ളത്. ഡയലോഗ് ഇല്ലാതെ തന്നെ അവരുടെ അവസാനം നമ്മൾ ആലോചിച്ച് പോയി. ഓറഞ്ചൊക്കെ നമുക്ക് തരുന്നു, അത് മെയിൽ തരികയാണെങ്കിൽ നമുക്ക് വല്ലാത്ത വിഷമമുണ്ട്. അപ്പം നമ്മൾ പറയും ആ പെണ്ണ് തരട്ടെ എന്ന് പറയും. ഞാനത് കാത്തിരിക്കുകയായിരുന്നു, ഓറഞ്ച് തരികയാണെങ്കിൽ ആ പെണ്ണ് തരട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ വലിയ സാധ്യതയുള്ള പ്ലേകളാണത്. നേരെ മറിച്ച് ഇതേ ഷേക്സ്പിയറിന്റെ മറ്റൊരു പ്ലേ എടുത്തിട്ട് ഈ ഹാമലെറ്റ് ടോയ്ലറ്റ് ചെയ്തു. ഒരു അരമണിക്കൂറിനപ്പുറത്തേക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈ തീട്ടത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മണമാണ് ഈ പറയുന്നത്. ഏത് രാജവാഴ്ചയാണെങ്കിലും ഏത് ഭരണകൂട ഏകാധിപതിയാണെങ്കിലും തൂറായിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളെല്ലാവരും ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുക. അതറിയുന്നത് സോഡോം എന്നുള്ള പസോളിനിയുടെ സിനിമ കാണണം. എങ്ങനെയാണ് നാസി ഭരണകൂടം ആയിരക്കണക്കിന് പേരെ ചെറിയ ക്ലോസറ്റുകളിൽ ഓപ്പൺ കക്കൂസുകളിൽ ഇരുത്തി തൂർപ്പിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇവിടെ ഭരണാധികാരി എന്നുള്ള രീതിയിലുള്ള ഹാംലെറ്റിൻ്റെ സംഗതികളാണ്. ഈ മലമൂത്ര വിസർജനം പോലെയാണ് ഭാഷ എന്നുള്ള രീതി വരുന്നു. ചോക്ലേറ്റും തീട്ടവും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു വേഡിങ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ഞാൻ ആലോചിക്കുന്നത് ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ വെറും ആവർത്തനമാണത്. ആ ഒരു ഫോമിൻ്റെ അകത്ത് പിന്നീട് സാധ്യതകളില്ല. നമുക്കറിയാം ആ കള്ളിയിൽ കയറി കയറി ഇങ്ങനെ അവർ മാറി നിൽക്കുന്നു എന്നല്ലാതെ വേറൊരു ഡയമെൻഷനിലേക്ക് അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡയമെൻഷനിലേക്ക് പ്ലേ ഡെവലപ്പ് ചെയ്യാതെ പോകുന്നു. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ അവസാനം വരെ ഒരു തല്ലുവിടുന്നു, തൂറായിരിക്കുന്നു. ഇത് ഇത്ര എന്തോരം ആവർത്തിക്കും. നേരെ മറിച്ച് അപ്പുറത്തൊരു രാജകീയമായ കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ഇപ്പുറത്തൊരു ക്ലോസറ്റും രണ്ടും വെച്ചുകൊണ്ട് അത് ചെയ്തിരിക്കുന്ന ഡയമെൻഷൻ മാറും. ചില അധികാരത്തിൻ്റെ സാധനം പറയാൻ വേണ്ടി ഈ രാജകീയ കസേരയിൽ കയറി അവിടെ ഇരുന്ന് വർത്താനം പറയുകയും നേരെ ഇറങ്ങി ഡ്രസ്സൊക്കെ മാറി ഇവിടെ തൂറായിരിക്കുകയും ചെയ്യും. ഈ കോൺട്രാസ്റ്റ് വെച്ചിരുന്നെങ്കിൽ വേറൊരു ലെവലാണ് സംഭവം. കാരണം ഏത് ഏകാധിപതി, ഹിറ്റ്ലറാണെങ്കിലും തൂറായിരുന്നുണ്ടാവും, പോപ്പാണെങ്കിലും ഉണ്ടാവും. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലോകത്തിലെല്ലാ ഭരണാധികാരികളും ഈ മൂത്രം മുള്ളുന്നിടത്തും തൂറുന്നിടത്തും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നിടത്തും ഒക്കെ വിശപ്പ് പെരുകുന്ന സമയത്തേക്കുള്ള. അപ്പം ഞാൻ പറയണ അങ്ങനത്തെ ഒരു സ്ഥലത്തിലേക്ക് അതിൻ്റെ ആവർത്തന വിരസത ഒഴിവാക്കി കുറച്ചുകൂടി മണിക്കൂറിലൊക്കെ ഒതുക്കി, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. ആ 3 കള്ളികളിൽ ഒതുങ്ങി തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശൗചാലയം മാത്രം കാണിക്കുമ്പോൾ ഒരു വല്ലാത്ത ലിമിറ്റേഷനായി പോയി. ഞാൻ പറഞ്ഞ 2 പേര് വെച്ച് റോമിയോ ജൂലിയറ്റ് ചെയ്യുമ്പോഴുള്ള ഡയമെൻഷൻ, അതിൻ്റെ ചലനാത്മകത ഇവിടെ നഷ്ടപ്പെട്ടു പോയി. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഡംപ്ലിംഗ് പോലുള്ളൊരു പ്ലേ, അതിഭീകര പെർഫോമൻസ്. അവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ ശൗചാലയം വെക്കുമ്പോൾ അവർ പിന്നെ ഡൈനിങ് റൂമാണ് വയ്ക്കുന്നത്. ആ ഡൈനിങ് റൂം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ബാൽക്കണിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊരു ശക്തമായ പെർഫോമൻസ് ആണ് ചെയ്തത്. ഒരുപക്ഷെ ഇതിനകത്ത് മലയാള നാടകങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച പ്ലേ ഡംപ്ലിംഗ് ആവാനാണ് സാധ്യത. എനിക്ക് അതിനിടയിൽ എന്തോ ഒരു പ്ലേ മിസ്സിങ് വന്നിട്ടുണ്ട്, ഒരു മാനിഫെസ്റ്റോ ഒരു ഇത് മിസ്സിങ് വന്നിട്ടുണ്ട്. ഒരു ഡാൻസ് പിന്നെ റേപ്പ് ചെയ്ത് അവരെ പീഡിപ്പിച്ചതിൻ്റെ കഥയായിട്ട് ഒരു സോളോ മിസ് ചെയ്തിട്ടുണ്ട്, ഒരു സ്കൂൾ ഡ്രാമയിൽ കളിച്ചത്. അത് മാറ്റി നിർത്തും. ഡംപ്ലിംഗ് ഒരു ഗ്രൂപ്പ് വർക്കാണ്. ഗ്രൂപ്പ് വർക്ക് ഒറ്റ നടീനടന്മാരെ വിട്ട് കളയാൻ പറ്റില്ല. അത്ര ഐഡന്റിറ്റി ഉള്ള ഓരോരുത്തർക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ വന്ന് ബിഹേവ് ചെയ്ത് പോകണം എന്നുള്ളതും എത്ര ക്രിയേറ്റീവായിട്ട് ഇടപെടണം എന്നുള്ളതും ഇംപ്രവൈസ് ചെയ്യണം എന്നുള്ളതും നല്ല ധാരണ, നല്ല ഡിസൈനുമാണ് അതിൻ്റെ. എന്നിട്ട് അതിൻ്റെ പൊളിറ്റിക്സ് നോക്കൂ. ഈ മേരി മക്തൻലാമറിയ പോലെയുള്ള അന്ന് കല്ലെറിയാൻ വന്നവരോട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെന്ന് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ ഇവിടെ മുഴുവൻ പാപികളിരുന്നിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾ വഴങ്ങിക്കൊടുക്ക്, അയാൾക്ക് മേജർക്ക് വഴങ്ങിക്കൊടുക്ക്, ഞങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് പറയുന്നു. സൊസൈറ്റിയുടെ അതിഭീകരമായ ക്രിമിനലിസമാണ് അതിനകത്ത് വരുന്നത്. ആ ക്രിമിനലിസം വെച്ചുകൊണ്ട് അവസാനം ഞങ്ങളുടെ രക്ഷ നിങ്ങൾ ബലിയാടായിക്കോ എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ ഭരണകൂടങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഒരു ജനതേനെ ബലിയാടാക്കിക്കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടട്ടെ. നമ്മളിവരുടെ ബ്രാഹ്മൺ മേധാവിത്വത്തിലേക്ക് കണക്ട് ചെയ്ത് നോക്കൂ. ഞങ്ങൾ കുറച്ച് ബ്രാഹ്മണന്മാരോട് ഭരിച്ചാൽ മതി, നിങ്ങൾ ദളിതും ഒരു ന്യൂനപക്ഷമൊക്കെ എന്ന് പറയുന്നിടത്തേക്കാണ്. നിങ്ങളെയൊക്കെ ഞങ്ങൾ പിന്നെ എന്താ പറയുക, ഈ സ്കേപ്പ് ഗോട്ടുകളാക്കി ബലിയാടുകളാക്കിക്കൊണ്ട് ഞങ്ങൾ രക്തസാക്ഷികളാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ പോലെ അതിഗംഭീര പെർഫോമൻസും പൊളിറ്റിക്സും അതിൻ്റെ കാരിക്കാച്ചർ ആക്ടിങ്ങും ചാപ്ലിനെ ഓർമ്മിപ്പിക്കുന്ന സംഗതികളും വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള പ്ലേ ആണ്. തിയേറ്ററുണ്ട്, മ്യൂസിക്, അതിൻ്റെ ലൈറ്റിംഗ് ഓവർ ലൈറ്റിംഗ് അല്ലാത്ത എന്ത് മീനിങ് ഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരുപാട് അഗർബത്തി പോലുള്ളൊരു പ്ലേ സാധാരണ പോലെ വർത്താനം പറഞ്ഞു വരുമ്പോൾ പവർ കുറഞ്ഞു പോകണമെന്നുള്ളിടത്താണ് എനിക്കൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കാരണം പറയുന്നത് ഈ ഡാക്കൂർമാർ അവർ കൊന്നായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ മനസ്സിൽ തട്ടുന്ന രീതിയിലേക്ക് സാധനം കയറുന്നില്ല, ചുമ്മാ ഇരുന്ന് വർത്താനം പറയുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പം അതൊന്നും നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ ആസാമീസ് പ്ലേ ഈ യുദ്ധങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ഇപ്പോൾ നമുക്ക് മുദ്രാരാഷ്ട്രമൊക്കെ നമ്മൾ കണ്ട മനുഷ്യരായതുകൊണ്ട് നമുക്ക് ഫോമിൽ വലിയ പുതുമ തോന്നുന്നില്ല. പക്ഷെ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആസാമീസ് പ്ലേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആ രീതിയിൽ ചില പ്ലേകൾ അപ്പം ഞാൻ പറഞ്ഞു അത് മാഡൻ മോഷൻ ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവാണ്. ജോൺ ക്വിക്സോട്ട് അതിഗംഭീര പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. റോഷൻ മാത്യുവിൻ്റെ പ്ലേ എനിക്ക് മിസ്സായ പ്ലേ ആണ് ബൈ പാസ്, അതിഗംഭീരമായ അഭിപ്രായമാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് വന്ന ജോൺ ക്വിക്സോട്ട് മാഡൻ മോഷൻ, സ്ക്രീമർ അത്ര നല്ല അഭിപ്രായമല്ല. ഒന്നുമില്ല, എന്തിനാ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചുമ്മാ ഒരു കക്ഷി വന്ന് ഇങ്ങനെ പറയുന്നു എന്നുള്ളത്. അപ്പോൾ അതുപോലെ കുഹു പോലെയുള്ള പ്ലേ ഫിസിക്കൽ തിയേറ്ററും ഭയങ്കര വെൽ ഡിസൈൻഡ് പ്ലേ ആണ്. ഡോക്യു ഡ്രാമ എന്നുള്ള രീതിയിൽ അതിഗംഭീരമായ വിജയമാണത്. അപ്പം അങ്ങനെ ഒരുപാട് മികച്ച പ്ലേകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇറ്റ്ഫോക്ക് എന്നുള്ളത് ആകത്തുകയായിട്ട് എനിക്ക് മനസ്സിലായത് അഭിനേതാക്കളെ 100% ഉപയോഗിക്കാൻ പഠിക്കുക നമ്മുടെ മലയാള നാടകവേദി. സെറ്റ് ഡിസൈനൊക്കെ പിന്നെ മതി. സിമെട്രിക്കലായിട്ട് ലെഫ്റ്റ് റൈറ്റ് ഈക്വൽ ആയിട്ടുള്ള സെറ്റുകൾ ഒഴിവാക്കിയിട്ട് ജോമെട്രിക്കൽ സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ചെറുതും വലുതൊക്കെ ചേർന്നുകൊണ്ട് ലോകം അങ്ങനെ നിൽക്കുന്നത്. മനുഷ്യ ശരീരം സിമെട്രിയാണ്, ലെഫ്റ്റ് റൈറ്റ് ഈക്വൽ കൈയും കാലും ഒക്കെയാണ്. പക്ഷെ ആ വർക്ക് ഓഫ് ആർട്ട് എപ്പോഴും ജോമെട്രിക്കലാവുന്നല്ല, ഒരു വേറെ രീതിയിലുള്ളൊരു ഒരു ഡിസൈൻ പ്ലാൻ ഉണ്ടല്ലോ. അപ്പോൾ ആ മൂവ്മെന്റ് പ്ലാനുകൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അത് അതിന്റെ സബ്ജക്റ്റിന്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ സെറ്റ് ഡിസൈൻ ചെയ്യാൻ പഠിക്കുക. നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ സുവീരന്മാരൊക്കെ കുറച്ച് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ രീതിയിൽ നമുക്കൊരു പഠനം ഇതിനൊന്നും ആവശ്യമുണ്ട്. 100% അഭിനേതാക്കൾ ഡംപ്ലിംഗ് പോലുള്ള നാടകം, അല്ലെങ്കിൽ ലൂസിയെ പോലുള്ള നാടകം, റോമിയൻ ജോലിറ്റ് പോലുള്ള നാടകം, അല്ലെങ്കിൽ അതുപോലത്തെ ഓരോ പ്ലേകളും ഫിസിക്കൽ ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണ് നടി നടന്മാർക്ക്. അത് കളഞ്ഞു കുളിച്ചിട്ടുള്ള ഒരു പരിപാടി വിജയിക്കില്ല. സത്യം ഞാൻ പറയും. എന്താ തിയേറ്റർ അതിശക്തമായി ചെയ്യണമെങ്കിൽ നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റായിരിക്കണം. അതുപോലെ ലോകവീക്ഷണം വേണം, സാമൂഹ്യ വീക്ഷണം വേണം. അവിടെ നമുക്ക് മാനവികത എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയൊരു ലോകവീക്ഷണം ആവശ്യമുണ്ട്. കക്ഷി രാഷ്ട്രീയം പറയണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ തോട്ട് പ്രോസസ്സിലൂടെ നാടകവേദി മുന്നോട്ട് പോകേണ്ടത്. മത്സരവേദിയിലെ ദുരന്തം 28 മിനിറ്റ് 30 മിനിറ്റുള്ള അടിച്ചു കയറ്റാൻ വേണ്ടി കാട്ടുന്ന ഈ മേജറികളുടെ രീതി അതല്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ചയുണ്ട്. ഒരു നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ എടുത്ത് സംഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട്. അതുപോലെ ഓരോ ക്യാരക്ടർ സ്കെച്ചുകളും ഓരോ ചെറിയ കഥാപാത്രങ്ങൾക്കും കൃത്യമായ ക്യാരക്ടർ സ്കെച്ച് വേണം. ഇപ്പം ലാസ്റ്റ് ഞാൻ ഇവിടെ കണ്ട ഒരു പ്ലേ സ്കൂൾ ഡ്രാമയിൽ ഒരു മേശം മാത്രം വിട്ട് കണ്ടു. അതിനകത്ത് കഥാപാത്രങ്ങളുടെ ഐഡന്റിറ്റീസ് ഒന്നും വ്യക്തമാവുന്നില്ല. കുറേ പ്ലേകളുടെ ഒരു പ്രശ്നം അതാണ്. ഫാർ പോസ്റ്റ് സൈലന്റ് ആയിട്ടുള്ളൊരു മൂവി, ഒരു വർക്കാണത്. മനുഷ്യർ തമ്മിൽ അതിർത്തികളില്ലാതൊരു നല്ല കമ്മ്യൂണിക്കേഷൻ വരണം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒറ്റപ്പെട്ട പക്ഷെ എന്തൊരു ശക്തമായിട്ട് ചെയ്യാവുന്നൊരു സാധ്യതയുള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു ഇത്, ദ ഫാർ പോസ്റ്റ്. പക്ഷേ എവിടേക്കോ ഫാൻറ്റസിയൊക്കെ മിസ് ചെയ്ത് അമ്മ എഴുതുന്ന അമ്മയുടെ കത്ത് വായിക്കുമ്പോഴുള്ള ടച്ചിങ് അടുത്ത യൂണിറ്റിലേക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്നില്ല. പിന്നെ എന്തൊക്കെ തരം ഈ ഒരു പക്വതയില്ലാത്ത ചില ഡിസൈൻ ഫോമുകളും ആക്ടിങ് പാറ്റേണൊക്കെ വന്നിട്ടാണ് കുടുങ്ങിപ്പോകുന്നത്. പക്ക ക്ലാരിറ്റി വരണം കഥാപാത്രങ്ങൾ, ഒരു ഭാഷയിലൊക്കെ ക്ലാരിറ്റി വരണം. അപ്പോൾ അങ്ങനെ ഉള്ള പ്ലേകളുടെ എണ്ണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇറ്റ്ഫോക്കിൽ അത്തരം ഒരു സെലക്ഷൻ ആവശ്യമുണ്ട്. ഒരു പക്ഷേ സ്ക്രീമർക്ക് പകരം വേറൊരു നല്ല സോളോ എടുക്കാമായിരുന്നു. കേരമേഷൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ബാക്കി 4 മലയാള നാടകങ്ങളും അത്യാവശ്യം പെർഫോം ലെവലിൽ നിലനിൽക്കുമ്പോൾ സ്ക്രീമർ ഒരു സോളോ എന്ന് പറയുന്നത് വീക്കായി പോയി എന്നുള്ള. പിന്നെ ഇതിനകത്ത് ഈ കരുത്തറിയിച്ച് പെണ്ണരങ്ങ് എന്ന് പറഞ്ഞ ഓരാധികയുടെ ഒരു ലേഖനമുണ്ട് മാതൃഭൂമി അയച്ചു. സത്യം പറഞ്ഞാൽ ഞാനത് വായിക്കണം എന്ന് വിചാരിച്ചാണ്. അത് വായിക്കുന്നതിന് പകരം ഞാനത് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഈ ലേഖനം മാതൃഭൂമിയിൽ ഇന്ന് 2-ാം തീയതി വന്നതാണ്. ഈ സ്ത്രീകളാണ് ഭരിച്ചതെന്നുള്ളതാണ്. സംവിധായകന്മാരുടെ ലിസ്റ്റിൽ സ്ത്രീകൾ, നടീനടന്മാരിൽ നടികളുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഭരിച്ച ഒരു ഇറ്റ്ഫോക്ക് എന്നുള്ള രീതിയിലോ രാധിക എഴുതിയിരിക്കുന്നു. ഞാനൊരു അടുത്ത് പറയാണ്, രാധികയ്ക്ക് അഭിവാദ്യങ്ങളുണ്ട്. നല്ല ഒരു
വർക്കാണ് കരുത്തറിയിച്ച് പെണ്ണരങ്ങും. സത്യം പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ജഡ്ജ്മെന്റിലും യൂണിവേഴ്സിറ്റി ജഡ്ജ്മെന്റിലും മോണാക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും പെൺപിള്ളേരാണ് പവർഫുള്ളായിട്ട് പെർഫോം ചെയ്യുന്നത്. സംഗതി 20 വയസ്സ് കഴിഞ്ഞാൽ അവരെ കാണാറില്ല എന്നുള്ള വേറെ കാര്യം. പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ട് എവിടേക്കൂടി വെയിറ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ നമ്മളെപ്പോഴും ജഡ്ജ്മെന്റ് പറയുമ്പോൾ ഞാൻ റിവ്യൂ കൊടുക്കുമ്പോൾ പറയും പെണ്ണുങ്ങൾ ഭയങ്കരമായിട്ട് പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ മുന്നോട്ട് പോട്ടെ. ഇറ്റ് ഫോക്കം അടുത്ത് ഇപ്പോൾ 17ാമത്തെ എഡിഷൻ കാണാം. ഞാൻ ചക്കോട്ടി എന്തിക്കാട് പാർട്ട് ഓഫ് ഫിലിംസ് നാടക സാധകം ചേർപ്പ്.